ശ്രീ VPP മുസ്തഫ, എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ പറയാൻ ചില ന്യായമുണ്ട്. ഒന്ന്, PD സതീശൻ പറഞ്ഞതുപോലെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യാനും നിയമസഭയിൽ പ്രത്യേകം ബ്ലോക്കാക്കി ഇരുത്താനും പാർട്ടിയുടെ ഔദ്യോഗികമായ പരിപാടികളിൽ ഇനി പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കാനും ഒരു നടപടി എന്ന നിലയിൽ 4 ആളുകളോട് പറയാൻ വേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അവിടെ VD സതീശൻ നിങ്ങളോട് എന്ന് പറഞ്ഞാൽ CPIM-നോട് ചോദിക്കുന്നത്, ബലാത്സംഗ കേസിലെ പ്രതിയെ ഒപ്പം നിർത്തിയാണ് വലിയ വർത്തമാനം CPIM പറയുന്നത്. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് CPIM എന്നാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്കും പറയാനുള്ളത്, ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ മറയ്ക്കാൻ CPIM-ന് കിട്ടിയ ഏറ്റവും മികച്ച ആയുധം എന്ന നിലയിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പിടികൂടാതെ നിൽക്കുന്നത് പോലും ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്താൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് CPIM-നെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ എവിടെയുണ്ട് KPCC അധ്യക്ഷന് പരാതി കിട്ടിയ ഉടൻ തന്നെ അത് DGP-ക്ക് കൈമാറിയ ഒരു ചരിത്രം CPIM-ന് പറയാനുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ? മറുപടി ഉണ്ടോ? ഇവിടെ താങ്കൾ ആമുഖത്തിൽ പറഞ്ഞത് ഇന്ന് ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. പക്ഷേ ശ്രീ ജോൺ മുണ്ടക്കയത്തെയും ശ്രീ നിസാമിനെയും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, അവർ നിരീക്ഷകരൊന്നും അല്ല. കൃത്യമായിട്ട് ഇടതുപക്ഷ വിരോധം ഉൽപ്പാദിപ്പിച്ച് കോൺഗ്രസ്സിന് വെള്ളപൂശാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. മാധ്യമ നിരീക്ഷകരോ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ല. നല്ല ഇടതുപക്ഷ വിരോധം. കാരണം ഇപ്പോൾ സമൂഹത്തിൽ പൊതുബോധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടുകൂടി കോൺഗ്രസിനെ കുറിച്ച് രൂപപ്പെടുന്നൊരു അവബോധമുണ്ട്. അതിനെ അട്ടിമറിച്ച് ഒരു ഇടതുപക്ഷ വിരുദ്ധ അവബോധം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെ വേണമെന്നില്ല. 2, നേരത്തെ നിസാം പറഞ്ഞതും താങ്കൾ ഇപ്പോൾ ആവർത്തിച്ചതും, ഈ ശബരിമല വിഷയം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണോ ഇപ്പോഴത്തെ ഈ പ്രശ്നം? നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ CPM AKG സെൻറ്ററിൽ നിന്ന് എന്തോ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കിയെടുത്തു, ഈ ശബരിമല പ്രശ്നം എന്തോ മറച്ചു വെക്കാൻ വേണ്ടി എന്ന മട്ടിലല്ലേ തോന്നുന്നത്. ഈ പറഞ്ഞ പെൺകുട്ടി CPM ഓഫീസിൽ നിന്നാണോ പരാതി കൊടുക്കാൻ പോയിരിക്കുന്നത്? നേരത്തെ പരവൂർക്കാരിയായിട്ടുള്ള റിനി എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകയും കോൺഗ്രസ് സഹയാത്രികയുമായിട്ടുള്ളയാൾ CPM ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണോ മാധ്യമങ്ങളോട് മാങ്കൂട്ടത്തിനെതിരെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്? എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? CPM ആണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? ഈ ഷഹനാസ് എന്ന് പറയുന്ന താങ്കളിപ്പോൾ കോട്ട് ചെയ്തയാൾ CPM ഉപദേശിച്ചു കൊടുത്താൽ കോൺഗ്രസിനെതിരെ വർത്തമാനം പറയുന്നയാളാണോ? അപ്പം ആരാണ് ഈ വിഷയം ഉണ്ടാക്കിയത്? ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കോൺഗ്രസിന് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ആരുണ്ടാക്കിയതാണ്? ഞങ്ങളാരും ഉണ്ടാക്കിയതാണ്. അവനവന്റെ ചെയ്തികൾ ഞാൻ ഒരു കാര്യം ഇടപെട്ട് പറഞ്ഞോട്ടെ, താങ്കൾ വിശദീകരിച്ചോളൂ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായിട്ടും A പത്മകുമാർ എന്ന മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുണ്ട്. നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ ഞങ്ങൾ ഈ നിലപാട് എടുത്തിട്ടുണ്ട്. ഇനി ശബരിമല വിഷയം തന്നെ നിങ്ങൾ എടുത്തോളൂ. ഈ ശബരിമലയിലെ ഈ പ്രശ്നം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഗോപികൃഷ്ണൻ? ഇനി അതാണ് നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയമായിട്ട്, കാരണം മറ്റേത് ചർച്ച ചെയ്യേണ്ട, അതാണ് നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ എടുത്തോളൂ. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിലെ പശ്ചാത്തല വികസനവും അവിടത്തേക്ക് ഉള്ള വിശ്വാസികളുടെ ഒരു ആകർഷകത്വത്തിനും വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം, അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഈ വലതുപക്ഷ ബുദ്ധി കേന്ദ്രങ്ങൾ ഇറക്കിയതല്ലേ പോറ്റിയെ? ആ പോറ്റിയല്ലേ ഒരു പീഠം കാണാതാകുന്നു, സ്വർണം പൊതിഞ്ഞ പീഠം കാണാതായിട്ടുണ്ട് എന്ന പ്രസ്താവനയുമായിട്ട് വരുന്നത്? അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഈ പോറ്റി അങ്ങനെ പരസ്യമായിട്ട് പരാതി ഉന്നയിച്ചപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തി. എവിടുന്നാണ് കണ്ടെത്തിയത്? AKG സെൻറ്ററിൽ നിന്നല്ലല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നല്ലല്ലോ, ഈ പരാതി ഉന്നയിച്ച പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നല്ലേ. അതിനെ തുടർന്നല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിശദമായി പോറ്റി ശബരിമലയിൽ നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് പോവുകയാണെങ്കിൽ
അല്ല, ശബരിമല വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ പീഠമൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ അതിലും വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തുമ്പായി ഈ പീഠം സംഭവം മാറി എന്നല്ലേ ഉള്ളൂ. സർക്കാരോ സർക്കാരിന്റെ സംവിധാനങ്ങളോ ഒന്നും അല്ലല്ലോ ഇത് തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയതും ഇപ്പം നടപടികളിലേക്ക് കടക്കുന്നതുമൊക്കെ കോടതി ഇടപെട്ടതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും എടുക്കാൻ കഴിയില്ല. ഡോക്ടർ VPP അത് മാറ്റിവെച്ചേക്ക്. അത് ആ ക്രെഡിറ്റ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ അകത്ത് കിടക്കുന്നത് പാർട്ടി ആളുകൾ തന്നെയാണ്. പാർട്ടിമാൻ അവരാണ് ജയിലിൽ കിടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഈ പീഡനം കണ്ടെത്തിയതിന് ശേഷം അവർ റിപ്പോർട്ട് കൊടുത്തിട്ടല്ലേ പ്രത്യേക അന്വേഷക സംഘത്തെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഇടപെടുന്നത്? എന്തിനാ ഗോപികൃഷ്ണൻ അത് മറച്ചു വെക്കുന്നത്? ഇല്ല, മറച്ചു വെക്കുന്നില്ല. അവര് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും അവരുടെ പോരായ്മയും അവരുടെ തട്ടിപ്പും എന്ന നിലയിൽ ചുരുങ്ങിപ്പോയേക്കാവുന്ന ഒരു കണ്ടെത്തലായി അതൊരു പക്ഷേ പരിണാമപ്പെട്ടേനെ. അതുണ്ടായില്ല ഹൈക്കോടതി ഇടപെട്ടതോടെ. അവിടെ നിങ്ങൾ കാണേണ്ടത് എന്താ? ഈ പറയുന്ന UDF-ഉം BJP-യും ആവശ്യപ്പെട്ടത് എന്താ? ഈ പിണറായിയുടെ പോലീസ് പോരാ, CBI വരണം, കേന്ദ്ര അന്വേഷണ ഏജൻസി വരണം. എന്താ ഹൈക്കോടതി എടുത്ത, താങ്കൾ തന്നെ പറയുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത നിലപാട്? പിണറായിയുടെ പോലീസ് മതി തന്നെയല്ലേ? അതിലെ പ്രത്യേക അന്വേഷണ സംഘം മതി തന്നെയല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘത്തിലെ അല്ല, നമ്മൾ ഇനി ശബരിമല വിഷയമല്ല ചർച്ച എന്നതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ കോടതി നിശ്ചയിച്ചതാണ്. അത് നിശ്ചയിച്ചതിന്റെ മാനദണ്ഡം എന്താണെന്ന് കോടതിയുടെ ഉത്തരവിന്റെ ആദ്യ ഭാഗത്തിൽ കോടതി വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഇതിനായി നിശ്ചയിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സർക്കാരിനോ ആഭ്യന്തര മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ല കൈമാറേണ്ടത്, അത് കോടതിക്ക് നേരിട്ടാണ് കൈമാറേണ്ടത് എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ഉത്തരവിലൂടെ. ശരിയല്ലേ ഗോപികൃഷ്ണൻ? നമുക്ക് നമ്മുടെ നാട്ടിലെയും രാജ്യത്തെയും സംവിധാനത്തെക്കുറിച്ചെല്ലാം അറിയാമല്ലോ. ഈ രാജ്യത്തിന് സുപ്രീം കോടതി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവുവിനോട് കൽപ്പിച്ചതാണ് ബാബരി മസ്ജിദിന് കാവൽ നിൽക്കണമെന്ന്. സുപ്രീം കോടതി ഉത്തരവിട്ടതാ. എന്നിട്ട് പട്ടാപ്പകൽ ആ ബാബരി മസ്ജിദ് വെറും ധൂമമായി മാറിയിട്ടില്ലേ? സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടില്ലേ? പട്ടാളത്തോട് കാവൽ കൊടുക്കാനല്ലേ പറഞ്ഞത്? പ്രധാനമന്ത്രിക്കല്ലേ നിർദ്ദേശം കൊടുത്തത്? ഉണ്ടായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ കാണേണ്ടത് പിണറായി വിജയന്റെ കീഴിലല്ലേ പോലീസ് മേധാവി ഉള്ളത്. ആ പോലീസ് മേധാവിക്ക് കീഴിലല്ലേ ഇനി ഇവർ ഇന്റഗ്രിറ്റിയോടുകൂടി തെരഞ്ഞെടുത്തതാണെങ്കിലും ഉള്ളത്. തൽക്കാലം ഈ അറസ്റ്റ് 10 ദിവസത്തേക്ക് മാറ്റിവെപ്പിക്കണം. കഴിയില്ലേ ഈ നാട്ടിലെ ഭരണ സംവിധാനം വെച്ചിട്ട്? നിങ്ങൾ പറയുന്ന പോലെ സംരക്ഷിക്കാനാണെങ്കിൽ ഉപ്പ് തിന്നവൻ ആരായാലും അവരെ വെള്ളം കുടിപ്പിക്കും. അതാ ഞങ്ങൾ ആരായാലും സംരക്ഷിക്കില്ല. അത് തന്നെയാണ് എടുത്തിട്ടുള്ള നിലപാട്. അവിടെ ഗോപികൃഷ്ണൻ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചിട്ട് എന്തോ ഞങ്ങളുടെ ഗവൺമെന്റ് എന്തോ ഈ ഗവൺമെന്റും ഒക്കെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് താങ്കൾ പോയി. എനിക്ക് ശ്യാംരാജിലേക്ക് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് താങ്കൾ പോയി. അല്ല, ഞാൻ പോയതല്ലല്ലോ. നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുമ്പോൾ ശബരിമല വിഷയത്തെ മറക്കാനല്ലേ നിങ്ങൾ എടുത്തിട്ടത് എന്ന് നിങ്ങളാണ് ചോദിച്ചത്. ഞാൻ മാറിയെന്ന്. ഇതൊക്കെ എന്തൊരു പൊട്ടൻ ന്യായമാണ്. ഡോക്ടർ VPP മുസ്തഫ, പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ബലാത്സംഗ കേസിലെ പ്രതിയെ ഒപ്പം നിർത്തി ആണ് വലിയ വർത്തമാനം CPM പറയുന്നത്. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് CPM എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതെ, അപ്പൊ താങ്കൾ ചോദിച്ചത് ഈ ശബരിമല വിഷയം മറച്ചു വെക്കാനല്ലേ CPM ഇത് കൊണ്ടുവരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടി വേണം. ആ വിശദീകരണമാണ് ഞാൻ നൽകിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമല വിഷയം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ സർക്കാരിനെതിരെ ഈ സർക്കാരിന്റെ 9.5 വർഷത്തെ പ്രവർത്തനം, അതിനെക്കുറിച്ച് ഒരു വിമർശനവും ഉന്നയിക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ സർക്കാരിനെ കുറിച്ച് വേറെ യാതൊരു തരത്തിലും ജനങ്ങളുടെ മുമ്പിൽ പോകാനില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞ 2029 ബിരിയാണി ചെമ്പിലെ സ്വർണം, ഖുറാനിലെ സ്വർണം, ഈന്തപ്പഴത്തിലെ സ്വർണം, ഇങ്ങനെ പലതുമായിട്ട് വന്നു. അതിൻ്റെ പുതിയൊരു വേർഷനുമായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരാം. ഗോപികൃഷ്ണൻ അവർ രണ്ടാളും പറഞ്ഞത് വിടൂ. ജോൺ മുണ്ടക്കയും താങ്കൾ കൊണ്ടുവന്ന രാഷ്ട്രീയ നിരീക്ഷകനും പറഞ്ഞത് വിടൂ. താങ്കൾക്കെങ്കിലും ഒരു കൃത്യമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അവബോധം ഉണ്ടാവണ്ടേ? ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ഒരു പരാതിയുമില്ലാതെ
ഒരു രേഖാമൂലമുള്ള ഔദ്യോഗികമായിട്ടോ KPCCക്കോ ഒരു പരാതിയും ഇല്ലാതെയാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. വസ്തുതാപരമാണോ? അങ്ങനെയാണെന്ന് ഗോപികൃഷ്ണന് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ആരാ ഈ പരവൂർക്കാരിയായിട്ടുള്ള സിനിമാ പ്രവർത്തകയും കോൺഗ്രസ് സഹയാത്രികയുമായിട്ടുള്ള സിനിമാ നടി, യുവനടി? അവരല്ലേ ഈ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത്? ഞങ്ങളാരും അല്ലല്ലോ, അവരല്ലേ വിളിച്ചു പറയുന്നത്. അതിനുശേഷമല്ലേ നടപടി വന്നത്? എന്താ ആ യുവനടി റിനി വെളിപ്പെടുത്തിയത്? ഇപ്പോ ഈ താങ്കൾ കൊണ്ടിരുത്തിയ 2 നിരീക്ഷകരും അവകാശപ്പെടുന്നത് പോലെ ഒരു പരാതിയുമില്ല എന്നാണോ? 2023 എൻ്റെ നാട്ടുകാരൻ കൂടിയായ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എനിക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യം നിങ്ങൾ VD സതീശനോട് ചോദിച്ചില്ലേ മാധ്യമങ്ങൾ? എന്താ VD സതീശൻ പറഞ്ഞത്? ശരിയാണ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, ഞാനൊരു പിതാവിനെ പോലെ ഇടപെട്ടു. അങ്ങനെയല്ലേ VD സതീശൻ ഉപയോഗിച്ച വാക്ക്? ഞാനൊരു പിതാവിനെ പോലെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരിഹരിച്ചതാണെങ്കിൽ എന്തിനാണ് പിന്നെ ആ യുവനടി ഈ VD സതീശൻ പിതാവിനെ പോലെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം പിന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്? അപ്പൊ VD സതീശനോട് നേരിട്ട് 2023 തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാവിനോട് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു യുവതി പരാതി പറഞ്ഞിട്ട് പിന്നെയും പരാതിയില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഗോപികൃഷ്ണ ഉള്ളത്? എങ്ങനെയാ പിന്നെയും പറയുന്നത്? ഒരു മിനിറ്റ്, ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. ശ്രീ ശ്യാംരാജ്, നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. അല്ല, ആവശ്യമുള്ളതുകൊണ്ടല്ലേ താങ്കളെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നത് ഡോക്ടർ VPP? അതെന്താണ് അങ്ങനെ താങ്കൾ പറഞ്ഞത്? ശരി, ശ്രീ ശ്യാംരാജ് ഇവിടെ താങ്കളുടെ സമീപനം കൊണ്ട് പറഞ്ഞത് അല്ല, ചോദ്യങ്ങൾ ചോദിക്കണ്ടേ ശ്രീ VPP? അങ്ങനെയല്ലേ നമ്മൾ എല്ലാ തവണയും ചർച്ച നടത്താറുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.